അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ആകെ കണ്ടുവരുന്ന ഒരു സംഭവമാണ് മുഖം എങ്ങനെ തെളിച്ചം വരും, ഏത് ക്രീമാണ് ഉപയോഗിക്കുക, എങ്ങനെ ഗ്ലോ കിട്ടും, ഏത് ഫേസ് പാക്ക് ആണ് ബെസ്റ്റ്. അപ്പോൾ ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ. മുഖത്ത് യഥാർത്ഥ തെളിച്ചം വരാൻ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്ന കുറച്ച് വഴികളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരു മുസ്ലിമിന് മുഖത്ത് യഥാർത്ഥ തെളിച്ചം നൽകുന്നത് ഒരു ക്രീമോ ഒരു ഫിൽറ്ററോ ഒരു മേക്കപ്പോ ഒന്നുമല്ല, അള്ളാഹുവിനോടുള്ള അടുപ്പാണ്. ആ നൂറ് നമ്മുടെ മുഖത്തും ജീവിതത്തിലും പ്രതിഫലിക്കുന്നത്. ഒരു മനുഷ്യൻ സ്ഥിരമായി നിസ്കരിക്കുമ്പോൾ, ഖുർആൻ ഓതുമ്പോൾ, ഇസ്തിഗ്ഫാർ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് അവന്റെ ഹൃദയം ശുദ്ധാകാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മളെ മുഖത്ത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഗ്ലോ വന്നു തുടങ്ങും. നമ്മള് എത്ര മനോഹരമായിട്ട് വസ്ത്രം ധരിച്ചാലും എത്ര വില കൂടിയ സ്കിൻ കെയർ ഉപയോഗിച്ചാലും ഹൃദയത്തിൽ സമാധാനം ഇല്ലെങ്കിൽ ആ മുഖത്ത് യഥാർത്ഥ തെളിച്ചം ഉണ്ടാവില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് നല്ല സ്വഭാവത്തിനും സത്യസന്ധതയ്ക്കും അള്ളാഹുവിനെ ഓർക്കുന്നതിനും വലിയ സ്ഥാനമാണുള്ളതെന്നാണ്. അതുകൊണ്ട് ഞാനായാലും നിങ്ങളായാലും കുറച്ചു സമയം ഖുർആൻക്ക് വേണ്ടി മാറ്റിവെക്കുക, ഇസ്തിഗ്ഫാർ ചെല്ലാൻ വേണ്ടി മാറ്റിവെക്കുക. എന്നും ഒരു 100 തവണെങ്കിലും അസ്തഗ്ഫിറുല്ലാഹ് നമ്മൾ ചെല്ലാൻ ശീലമായി കൊണ്ടിരിക്കണം. രാവിലെയും വൈകുന്നേരവും ദിക്റുകൾ ചെല്ലണം. 5 നേരം നമസ്കാരം കൃത്യമായി നിർവഹിക്കണം. മറ്റുള്ളവരോട് നല്ല രീതിയിൽ തന്നെ നമ്മൾ പെരുമാറും ചെയ്യണം. മറ്റുള്ളവരെ നമ്മളെ മനസ്സിൽ പക വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു ഹൃദയം ഉണ്ടല്ലോ, ആ ഹൃദയത്തിൽ ഒരിക്കലും സൗന്ദര്യം ഉണ്ടാവില്ല. മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ എത്ര നന്നായി നടന്നാലും വീട്ടിലുള്ളവർക്ക് നമ്മൾ പരിഗണന നൽകാതിരിക്കുക, സന്തോഷം നൽകാതിരിക്കുക, പല രീതിയിൽ അവരെ കുറ്റപ്പെടുത്തുക, അങ്ങനെയുള്ളവർ മനസ്സിലൊന്നും സന്തോഷം ഇരിക്കൂല. അവരെ ഹൃദയം നല്ല രീതിയിലാവില്ല. അപ്പൊ അവരെ മുഖത്തും വെളിച്ചുണ്ടാവില്ല. ഇതിനൊക്കെ പുറമെ ശുചിത്വത്തിന് വലിയ പ്രാധാന്യം നമ്മൾക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. വുളു എടുത്ത് ശരീരം വൃത്തിയായിട്ട് നമ്മൾ സൂക്ഷിക്കണം. മതിയായ ഉറക്കമുറങ്ങുക, ആവശ്യത്തിന് മാത്രം വെള്ളം കുടിക്കുക, ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക. ഇതെല്ലാം നമ്മളെ ആരോഗ്യത്തിനും മുഖത്തിന് നല്ലൊരു തെളിച്ചം വരാനൊക്കെ സഹായിക്കും. നമ്മളെ മനസ്സിൽ എപ്പോഴും സങ്കടങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ അത് നമ്മളെ മുഖത്ത് തെളിച്ചത്തിനുപരി വേറൊരു സങ്കടത്തിന്റെ ഒരു മുഖമാണ്, ഫേസാണ് നമ്മളെ മുഖത്ത് വരാം. നേരെ മറിച്ച് നമ്മളെ സങ്കടങ്ങളും അള്ളാഹുവിനോട് പറഞ്ഞു തീർത്ത് ആ ഒരു സങ്കടത്തിലൂടെ നമുക്ക് സന്തോഷം വരണമെങ്കിൽ അള്ളാഹുവിനോട് എപ്പോഴും നമ്മൾ ദുആയിൽ ഏർപ്പെടണം. അല്ലാഹുമ്മ ഇജ്അൽ ഫീ വജ്ഹി നൂറൻ വഫീ കൽബി നൂറൻ. ഇതിനർത്ഥം, അള്ളാഹുവെ എന്റെ മുഖത്തും എന്റെ ഹൃദയത്തിലും നൂറ് നൽകണമേ, തെളിച്ചം നൽകണമേ. അള്ളാഹു നമ്മുടെ ഹൃദയങ്ങളെയും മുഖങ്ങളെയും തന്റെ നൂറ് കൊണ്ട് പ്രകാശിപ്പിക്കട്ടെ, ആമീൻ. നിങ്ങളുടെ മനസ്സിൽ എന്തെല്ലാം സങ്കടങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസ് ആണ് വേണ്ടതെങ്കിൽ ഞാൻ ഇന്ന് ഈ വീഡിയോസ് നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയൊരു കാര്യങ്ങൾ കൊണ്ട് മോട്ടിവേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തീർച്ചയായും കമന്റിലൂടെ പറയണം. നമ്മളെ ആരൊക്കെ തോൽപ്പിക്കാൻ ശ്രമിച്ചാലും അള്ളാഹുവിന്റെ മുന്നിൽ നമ്മൾ തോൽക്കാത്ത രീതിയിൽ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവനായിട്ട് ഞാനും നിങ്ങളും മാറാൻ വേണ്ടിയിട്ട്, നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടും ദുആ ചെയ്യാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും വേണ്ടപ്പെട്ടവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾ മറക്കില്ല എന്ന് വിചാരിക്കുന്നു.